ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണം. ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു എണ്ണ കത്തിരിക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണിത്. 2-3 പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കിയിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന്. ഇഡ്ലിക്കും ദോശയ്ക്കും ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഈ കറി. ചിലർക്കൊക്കെ ഈ കറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അറിയുണ്ടാവും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ വഴുതനങ്ങ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. വഴുതനങ്ങ മുഴുവനായിട്ട് കട്ട് ചെയ്യാതെ ഇതുപോലെ 4ആയിട്ട് കീറിയിട്ടെടുക്കണം. വഴുതനങ്ങയുടെ ഉള്ളിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ പീനട്ട്, 1.5 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, 1.5 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 2 മീഡിയം സൈസ് തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, 1.5 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ നല്ല ജീരകം, 1 ടീസ്പൂൺ ഉലുവ, 1 നെല്ലിക്ക സൈസിലുള്ള വാളംപുളി, 1 ടേബിൾ സ്പൂണ് വെളുത്ത എള്ള്, എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളക്. ഞാനിവിടെ ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട്, 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് നല്ലെണ്ണ. ഇതെല്ലാം കൂടെ വേണം. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്തു. ഇനി ഈ വഴുതനങ്ങ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വഴുതനങ്ങ ഒരു 1/4 ഭാഗത്തോളം വേവാവണ വരെ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. കറിയിലിടുമ്പോൾ വഴുതനങ്ങ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വറുത്തെടുക്കണത്. ഇപ്പോൾ വഴുതനങ്ങ ഇവിടെ കളറൊക്കെ മാറി ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അതേ ചട്ടിയിൽ തന്നെ വഴുതനങ്ങ വറുത്ത ബാക്കി എണ്ണയിലേക്ക് നമ്മൾ തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്തു. ഇനി തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കണം. ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണവും ടേസ്റ്റും ഒന്ന് മാറി കിട്ടണം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം മാറിയിട്ട് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പീനട്ട്, എടുത്തു വെച്ചിട്ടുള്ള കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, മല്ലി, കുരുമുളക്, എടുത്തു വെച്ചിട്ടുള്ള ഉലുവ, ജീരകം, ഇതെല്ലാം കൂടെ ചേർക്കണം. എന്നിട്ട് ഇതെല്ലാം ആ എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. എല്ലാത്തിൻ്റെയും റോ ടേസ്റ്റൊക്കെ മാറണ വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഉണക്കമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉണക്കമുളകിൻ്റെ എണ്ണം കൂട്ട് കുറയ്ക്കുക ചെയ്യാം കേട്ടോ. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയാണ്. പുളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ടാണ് പുളിയും കൂടെ ചേർത്ത് വഴറ്റണത്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എള്ളും കൂടെ ചേർക്കാം. എള്ള് അവസാനമായിട്ട് ചേർത്തത് ആദ്യം തന്നെ എള്ള് ചേർക്കുകയാണെങ്കിൽ മറ്റതെല്ലാം മൂത്ത് വരുമ്പോഴത്തേനും എള്ള് കരിഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് എള്ളൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. ഇനി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് നന്നായി വഴറ്റിയിട്ടെടുക്കണം. തക്കാളി നന്നായി വെന്ത് നല്ല ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടാണ് ഇനി വേവിക്കണത്. ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുമ്പോൾ തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഈ മിക്സ് കുറച്ച് സമയം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം നമുക്ക്. ഇപ്പോൾ ചൂടൊക്കെ കുറച്ച് ആറിക്കഴിഞ്ഞു. ഇനി നമുക്കിതൊരു മിക്സഡ് ജാറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കറിക്കുള്ള മസാല ഇവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല വഴറ്റിയിട്ടുള്ള അതേ പാനിലേക്ക് തന്നെ നമ്മൾ ഈ അരച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം. മിക്സഡ് ജാറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അതിൽ ബാലൻസ് ഇരിക്കണ അരപ്പ് എല്ലാം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറവ് പോലെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടെടുക്കണം. കറി ഇതവിടെ തിളച്ച് വരാൻ തുടങ്ങി. കറി നന്നായി തിളച്ച് അതിൽ എണ്ണയെല്ലാം പിരിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇല്ലേ, ആ വഴുതനങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ നമ്മൾ വറുത്ത് വയ്ക്കുമ്പോൾ അതിനൊരു 1/4 ഭാഗത്തോളം വേവ് മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളത് ഇനി ഈ കറിയിൽ കിടന്നിട്ട് വേണം വേവാൻ. ഈ കറിയിൽ കിടന്ന് വെന്ത് വഴുതനങ്ങയിലേക്ക് അതിലെ ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിക്കണം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കറി നന്നായി തിളച്ച് വറ്റണ വരെ
നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കറി നന്നായി വറ്റിയിട്ട് അതിലെ എണ്ണയെല്ലാം പിരിഞ്ഞു വരണം. ഇപ്പോൾ ഇതാ കറി നന്നായി കുറുകി കറിയിലെ എണ്ണയെല്ലാം പിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് ഈ കറിയുടെ പാകം. ഇനി കറി അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കറി ഒന്ന് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണ നന്നായി ചൂടായപ്പോൾ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടെ ചേർത്ത് നന്നായി പൊട്ടിച്ച് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് അതിൻ്റെ ഒതൻറ്റിക് ടേസ്റ്റ് വരണമെങ്കിൽ അതിന് കടലെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിച്ച് വേണം കുക്ക് ചെയ്യാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ എണ്ണ കത്തിരിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേര് പോലെ തന്നെ സാധാരണ ഉപയോഗിക്കണമെങ്കിലും കുറച്ചധികം തന്നെ എണ്ണ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും കഴിക്കാൻ നല്ലതാണെന്നൊന്നും ഞാൻ പറയണില്ല. പക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഈ കറിയുടെ ഒതൻറ്റിക് വേ ഓഫ് മേക്കിംഗ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.